10th സ്റ്റാൻഡേർഡ് കെമിസ്ട്രിയിലെ 4ാമത്തെ ചാപ്റ്റർ ആണ് ഗ്യാസ് ലോസ് ആൻഡ് മോൾ കോൺസെപ്റ്റ്. നമുക്ക് പേര് പറയുന്നത് പോലെ തന്നെ ഇതിനകത്ത് പഠിക്കാനുള്ളത് ഗ്യാസിയസ് സ്റ്റേറ്റിലുള്ള സബ്സ്റ്റൻസിനെ കുറിച്ചാണ്, അല്ലെങ്കിൽ ഗ്യാസസിനെ കുറിച്ചാണ്. ഓക്കെ, അപ്പൊ നമ്മള് കെമിസ്ട്രി പഠിച്ച ടൈം തൊട്ടേ പഠിക്കുന്നതാണ്. സബ്സ്റ്റൻസ് അതിന്റെ ഫിസിക്കൽ സ്റ്റേറ്റിനനുസരിച്ച് 3ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഏതൊക്കെയായിട്ടാണ്? സോളിഡ്സ്, ലിക്വിഡ്സ് ആൻഡ് ഗ്യാസസ്. ഓക്കെ, അപ്പൊ അതില് നമുക്ക് അതിന്റെ മോളിക്യൂൾസ് അറേഞ്ച്മെന്റ്സ് ഒന്ന് നോക്കാം. അതിനു മുമ്പായിട്ട് ഗ്യാസിയസ് സ്റ്റേറ്റിൽ കാണപ്പെടുന്ന കുറച്ച് കോമ്പൗണ്ട്സ് ഇവിടെ തന്നിട്ടുണ്ട്. അത് ഏതൊക്കെയാണ് ഗ്യാസിയസ് സ്റ്റേറ്റിൽ കാണപ്പെടുന്നത് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ ഇസ് കാർബൺ ഡൈ ഓക്സൈഡ്. അപ്പൊ ഗ്യാസിയസ് സ്റ്റേറ്റിൽ കാണപ്പെടുന്ന എലമെന്റ്സ് നമുക്ക് ഇവിടെ ഉണ്ട്. അപ്പൊ ഗ്യാസിയസ് സ്റ്റേറ്റിൽ കാണപ്പെടുന്ന കോമ്പൗണ്ട്സ്. ഓക്കെ, കാർബൺ ഡൈ ഓക്സൈഡ് ഏത് സ്റ്റേറ്റിൽ കാണപ്പെടുന്നതാണ്? ഗ്യാസിയസ് സ്റ്റേറ്റിൽ കാണപ്പെടുന്നതാണ്. സോഡിയം ക്ലോറൈഡ് സോൾട്ട് സോളിഡ് സ്റ്റേറ്റിലാണ് കാണപ്പെടുന്നത്. അമോണിയ സോളിഡ് സ്റ്റേറ്റിലാണ് കാണപ്പെടുന്നത്. ഗ്ലൂക്കോസ് നമുക്കറിയാം ഏത് സ്റ്റേറ്റിലാണ്? സോളിഡ് സ്റ്റേറ്റിലാണ്. അമോണിയം ക്ലോറൈഡും ഏത് സ്റ്റേറ്റിലാണ് കാണപ്പെടുന്നത്? സോളിഡ് സ്റ്റേറ്റിലാണ്. ആൻഡ് മീതേന് ഏത് ഫോമിലാണ് കാണപ്പെടുന്നത്? ഗ്യാസിയസ് ഫോമിലാണ്. നെക്സ്റ്റ് സൾഫർ ഡൈ ഓക്സൈഡ് ഗ്യാസിയസ് ഫോമിലാണ് കാണപ്പെടുന്നത്. കാർബൺ മോണോക്സൈഡ് ഗ്യാസിയസ് ഫോമിലാണ് കാണപ്പെടുന്നത്. നൈട്രിക് ആസിഡ് വരുന്നത് ലിക്വിഡ് ഫോമിലാണ് കേട്ടോ. നെക്സ്റ്റ് നൈട്രജൻ ഡൈ ഓക്സൈഡും ഏത് ഫോമിലാണ് കാണപ്പെടുക? ഗ്യാസിയസ് ഫോമിലാണ് കാണപ്പെടുന്നത്. ഓക്കെ, ഇനി ഇവിടുത്തെ പാർട്ടിക്കിൾസ് അറേഞ്ച്മെന്റ്സ് നമുക്ക് നോക്കാം. സോളിഡിനകത്ത് മോളിക്യൂൾസ് അല്ലെങ്കിൽ ആറ്റംസ് അടുത്തടുത്തായിട്ടാണ്, ക്ലോസ്ലി പാക്ഡ് ആണ്. ഇതിനിടയ്ക്ക് എന്ത് കാണാൻ പറ്റില്ല? ദർ ഈസ് നോ സ്പേസ് ബിറ്റ്വീൻ ദ മോളിക്യൂൾസ്. മോളിക്യൂൾസ് തമ്മിന്റെ ഇടയ്ക്ക് അതിനിടയ്ക്ക് സ്പേസ് ഉണ്ടാവില്ല. കപ്പായിട്ട് ലിക്വിഡ് ആണെങ്കിൽ, സോളിഡിനെ വെച്ച് നോക്കുകയാണെങ്കിൽ മോളിക്യൂൾസ് അല്ലെങ്കിൽ ആറ്റംസ് തമ്മിൽ സ്പേസ് നമുക്ക് കുറച്ച് കാണാൻ പറ്റും. അതുകൊണ്ട് തന്നെ അതിന് എന്ത് ചെയ്യാൻ പറ്റും? മൂവബിൾ ആണ് കേട്ടോ. ആൻഡ് ഗ്യാസിയസ് സ്റ്റേറ്റിലോട്ട് പോകുമ്പോൾ ഈ 3 സ്റ്റേറ്റും കമ്പയർ ചെയ്യുമ്പോൾ മോളിക്യൂൾസ് അല്ലെങ്കിൽ ആറ്റംസ് തമ്മിൽ സ്പേസ് കൂടുതലാണ്. അതിന് ഫ്രീ ആയിട്ട് മൂവ് ചെയ്യാൻ പറ്റും. അപ്പൊ ഈ പ്രത്യേകതകൾ ഉള്ളതാണ് നമ്മുടെ ഗ്യാസിയസ് സ്റ്റേറ്റ്. ഓക്കെ, ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ മോളിക്യൂൾസ് ഹൈ ആണ്. ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ, ഇവർ ദൂരെയാണ് ഓരോ മോളിക്യൂൾസും അല്ലെങ്കിൽ ആറ്റംസും. അപ്പൊ അതുകൊണ്ട് അവരുടെ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ കുറവാണ്. പക്ഷെ മൂവ്മെന്റ് കൂടുതലാണ്. അതിന്റെ കൈനറ്റിക് എനർജി കൂടുതലാണ്. ആ മോളിക്യൂൾസിന് എനർജി കൂടുതലാണ്. ഓക്കെ, അപ്പൊ നമുക്ക് അതൊന്ന് നോക്കാം. ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ മോളിക്യൂൾ ഇസ് വെരി ഹൈ. ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഇസ് വെരി ലോ. അല്ലെ, അടുത്തടുത്തിരിക്കുന്ന ആൾക്കാർ തമ്മിലാണ് അട്രാക്ഷൻ കൂടുതൽ. ഇവിടെ മോളിക്യൂൾസ് അല്ലെങ്കിൽ ആറ്റംസ് ദൂരെ പ്ലേസ് ചെയ്തിരിക്കുന്നതുകൊണ്ട് തന്നെ അതിന്റെ അട്രാക്ഷൻ വളരെ കുറവായിരിക്കും. ഫ്രീഡം ഓഫ് മൂവ്മെന്റ് വെരി ഹൈ ആയിരിക്കും. അല്ലെ, ഗ്യാസിയസ് സ്റ്റേറ്റിലെ ഫ്രീഡം ഓഫ് മൂവ്മെന്റ് ഇസ് വെരി ഹൈ. എനർജിയും ഹൈ ആയിരിക്കും. എനർജി, ഇതിന്റെ മോളിക്യൂൾസിന്റെ എനർജി ഹൈ ആയതുകൊണ്ട് തന്നെയാണ് അതിന് എന്ത് ചെയ്യാനും പറ്റുന്നത്? നല്ല രീതിയിൽ മൂവ് ചെയ്യാനും പറ്റുന്നത്. ഓക്കെ, അപ്പോ ഈ ഗ്യാസസിനെ കുറിച്ച് പഠിച്ചിട്ട് രണ്ട് സയന്റിസ്റ്റ് ഒരു തിയറി കണ്ടുപിടിച്ചിട്ടുണ്ട്. ദാറ്റ് ഇസ് കൈനറ്റിക് മോളിക്കുലാർ തിയറി. മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആണ്. അത് നിങ്ങളത് പഠിക്കുക. കൈനറ്റിക് മോളിക്കുലാർ തിയറി. ആരാണത് കൊണ്ടുവന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാല് 2 പേരാണ്. ജെയിംസ് ക്ലർക്ക് മാക്സ്വെൽ, ലഡ്വിഗ് ബോൾട്സ്മാൻ. ഇവർ 2 പേരും കൂടി ചേർന്നിട്ടാണ് ഗ്യാസിയസ് സ്റ്റേറ്റിലെ പ്രത്യേകതകൾ വെച്ചിട്ട് ഒരു തിയറി ഫോം ചെയ്തേക്കുന്നത്. വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് പഠിക്കാൻ പറ്റും. അല്ല, ആദ്യത്തെ എന്റെ പ്രത്യേകതകള് ഗ്യാസസ് ആർ മെയ്ഡ് അപ്പ് ഓഫ് മൈന്യൂട്ട് പാർട്ടിക്കിൾസ് കോൾഡ് ആറ്റംസ് ഓർ മോളിക്യൂൾ. ഗ്യാസ് ഉണ്ടാക്കിയിരിക്കുന്നത് എന്ത് വെച്ചിട്ടാണ്? നമുക്ക് കാണാൻ പോലും പറ്റാത്ത കുഞ്ഞു പാർട്ടിക്കിൾസ് ആയിട്ടുള്ള ആറ്റംസും മോളിക്യൂൾസും വെച്ചിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ദൂരെയാണ് ഇത് പ്ലേസ് ചെയ്തിരിക്കുന്നതുകൊണ്ട് തന്നെ ഇവിടുത്തെ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്നത് വളരെ ലോ ആണ്. സെക്കൻഡ് പോയിന്റ് നമുക്ക് ഈസി ആയിട്ട് പറയാൻ പറ്റും. ആൻഡ് മോളിക്യൂൾസ് തമ്മിലുള്ള ദൂരം കൂടുതലായതുകൊണ്ട് തന്നെ ആസ് എ മോളിക്യൂൾസ് ആർ സോ ഫാർ അപ്പാർട്ട്, ദ വോളിയം ഓഫ് ഗ്യാസ് മോളിക്യൂൾ ഇസ് നെഗ്ലിജിബിൾ ഇൻ കമ്പാരിസൺ വിത്ത് ദ ടോട്ടൽ വോളിയം ഓഫ് ദ ഗ്യാസ്. നമ്മൾ ഇതിന്റെ ടോട്ടൽ വോളിയം എടുക്കുകയാണെങ്കിൽ ഗ്യാസിന്റെ മോളിക്യൂള് നമുക്ക് വളരെ ചെറുതാണെന്ന് പറയാൻ പറ്റും. ഇതിന്റെ മോളിക്യൂൾസ് തമ്മിലുള്ള ഡിസ്റ്റൻസ് കൂടുതലായതുകൊണ്ട്. ഓക്കെ, ദ വോളിയം ക്യാൻ ബി റെഡ്യൂസ്ഡ് ബൈ റെഡ്യൂസ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ഗ്യാസിയസ് മോളിക്യൂൾസ്. അല്ലെ, ഇപ്പൊ നമ്മളൊരു കണ്ടെയ്നറിനകത്ത് നമുക്ക് കുറെ മോളിക്യൂൾസ് ഉണ്ട്. അതിന്റെ സ്പേസും കൂടുതലാണ്, വോളിയം കൂടുതലാണ്. ഇത് നമ്മള് മോളിക്യൂൾസ് തമ്മിലുള്ള ഡിസ്റ്റൻസ് കൂടുമ്പോൾ, തേർഡ് പോയിന്റ് ആണ് കേട്ടോ ഞാൻ പറയുന്നത്. മോളിക്യൂൾസ് തമ്മിലുള്ള ഡിസ്റ്റൻസ് കൂടുമ്പോൾ ആക്ച്വലി വോളിയം കൂടുതലാണ്.
പക്ഷെ ശരിക്കും ഈ മോളിക്യൂൾസ് നമ്മൾ കംപ്രസ് ചെയ്യുകയാണെങ്കിൽ അതിന്റെ വോളിയം എന്ന് പറയുന്നത് വളരെ കുറവാണ്. ഞാൻ ഇവിടെ തന്നെ ഒരു പിസ്റ്റൺ വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു ലിഡ് വെച്ചിട്ട് അതിനെ ക്ലോസ് ചെയ്യാണ്. ക്ലോസ് ചെയ്യുമ്പോൾ ഈ മോളിക്യൂൾസ് ഇങ്ങനെ അടുത്ത് വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, ഇങ്ങനെ നമ്മൾ പ്രസ് ചെയ്ത് അല്ലെങ്കിൽ പ്രഷർ കൊടുത്ത് അതിനെ കംപ്രസ് ചെയ്യുകയാണെങ്കിൽ ഡിസ്റ്റൻസ് കുറയ്ക്കുകയാണെങ്കിൽ വോളിയം നമുക്ക് കുറഞ്ഞു വരുന്നതായിട്ട് കാണാൻ പറ്റും അല്ലെ. ദാറ്റ് ഇസ് എ ഫോർത്ത് പോയിന്റ്. ആൻഡ് ഫിഫ്ത്ത് പോയിന്റ് വരുന്നത് gaseous molecule and constant motion in all direction. നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതിന്റെ ഇടയ്ക്ക് സ്പേസ് കൂടുതലായിട്ട് തന്നെ ഈ മോളിക്യൂൾസ് നമ്മളൊരു കണ്ടെയ്നറിനകത്തോ എവിടെയാണ് ആ മോളിക്യൂൾസ് ഉണ്ടെങ്കിലും അത് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യുന്നതായിട്ടും ഫോഴ്സ് കാണിക്കുന്നതായിട്ടും പരസ്പരം കൊളൈഡ് ചെയ്യുന്നതായിട്ടും നിങ്ങൾക്ക് ഇടിക്കുന്നതായിട്ടും കാണാൻ പറ്റും അല്ലെ. നിങ്ങൾക്ക് ഈ എടുത്തേക്കുന്ന കണ്ടെയ്നറിലോട്ടോ അല്ലെങ്കിൽ മോളിക്യൂൾസ് തന്നെ പരസ്പരം അത് തമ്മിൽ കൊളൈഡ് ചെയ്യുന്നതായിട്ട് കാണിക്കാൻ പറ്റും. ആൻഡ് സ്പേസ് ഉള്ളതുകൊണ്ട് അതിന് മൂവ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉള്ളതുകൊണ്ട്. ഓക്കെ, ദാറ്റ് ഇസ് എ ഫിഫ്ത്ത് പോയിന്റ്. ആൻഡ് മൂവ് ഓൺ ടു ദ സിക്സ്ത് പോയിന്റ്. ആറാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് കൊളിഷൻ. ഇത് തമ്മിലുള്ള ഇടി എന്ന് പറയുന്നത് എങ്ങോട്ട് വേണമെങ്കിലും ആവാം അല്ലെ. ഇത് സ്പേസ് കൂടുതലായതുകൊണ്ട് തന്നെ ഈ കൊളിഷൻ എങ്ങോട്ട് വേണമെങ്കിലും ആവാം. അത് എല്ലാ സൈഡിലും ഈക്വൽ ആയിരിക്കുകയും ചെയ്യും. ഇതിന്റെ ആവറേജ് കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് നമുക്ക് ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ച് എന്ത് ചെയ്യാൻ പറ്റും, കൂടും അല്ലെ. ഇപ്പൊ നമ്മള് ഒരു കണ്ടെയ്നറിൽ ഗ്യാഷ്യസ് മോളിക്യൂൾസ് വെച്ചിട്ട് അതിന് നമ്മൾ ടെമ്പറേച്ചർ കൊടുക്കുകയാണെങ്കിൽ എന്ത് പറ്റും, എന്റെ മൂവിങ് കപ്പാസിറ്റി ഇൻക്രീസ് ചെയ്യും. കൈനറ്റിക് എനർജി എന്ത് ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റും, ഇൻക്രീസ് ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റും. ദെൻ വാട്ട് ഈസ് കൈനറ്റിക് എനർജി? കൈനറ്റിക് എനർജി എന്ന് പറയുമ്പോൾ മൂവ് ചെയ്യാനുള്ള കപ്പാസിറ്റി. ഓക്കെ, ടെമ്പറേച്ചർ കൊടുക്കുന്നതനുസരിച്ച് കൈനറ്റിക് എനർജി കൂടും. അതുകൊണ്ട് നമുക്ക് അതിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണെന്ന് പറയാൻ പറ്റും. അപ്പൊ ഇത്രയും പോയിന്റ്സ് ആണ് കൈനറ്റിക് മോളിക്യുലാർ തിയറിക്കകത്ത് പറയുന്നത്. ആദ്യത്തെ പോയിന്റ്, ഗ്യാസസ് ആർ മെയ്ഡ് അപ്പ് ഓഫ് മൈന്യൂട്ട് പാർട്ടിക്കിൾസ്. ഗ്യാസ് ഉണ്ടാക്കിയിരിക്കുന്നത് കുഞ്ഞു പദാർത്ഥങ്ങൾ കൊണ്ടിട്ടാണ്. അട്രാക്റ്റീവ് ഫോഴ്സ് ബിറ്റ്വീൻ ദ ഗ്യാസിയസ് മോളിക്യൂൾസ് വെരി ലോ. ആ മോളിക്യൂൾ തമ്മിൽ അട്രാക്റ്റീവ് ഫോഴ്സ് വളരെ കുറവാണ്. കാരണം ഇത് ദൂരെയാണ് പ്ലേസ് ചെയ്തിരിക്കുന്നത്. ദൂരം കൂടുതലായതുകൊണ്ട് തന്നെ ടോട്ടൽ വോളിയം എടുക്കുമ്പോൾ നമുക്കത് കുറവായിരിക്കും. പക്ഷെ അത് നമുക്ക് കാണുമ്പോൾ ഒരുപാട് വോളിയത്തിലാണ് കാണപ്പെടുന്നത്. ഡിസ്റ്റൻസ് കുറയ്ക്കുമ്പോൾ നമുക്ക് അതിന്റെ വോളിയം കുറഞ്ഞു വരുന്നതായിട്ട് കാണാൻ പറ്റും. ആൻഡ് കൊളിഷൻ, അങ്ങോട്ടും ഇങ്ങോട്ടും ഇടി എപ്പോഴും എന്തായിരിക്കും, സെയിം ആയിരിക്കും. ആൻഡ് ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ച് കൈനറ്റിക് എനർജി കൂടുന്നതായിട്ട് കാണാൻ പറ്റും. അപ്പൊ നിങ്ങൾക്ക് ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്തത് നമ്മൾ പ്രോപ്പർട്ടീസ് ആണ് കേട്ടോ, ഗ്യാസസ് മോളിക്യൂൾസിന്റെ പ്രോപ്പർട്ടീസ് ആണ്. അതും ഇമ്പോർട്ടന്റ് ആണ്. അതിലെ ഫസ്റ്റ് പ്രോപ്പർട്ടി പറയുന്നത് വോളിയം. നിങ്ങൾക്ക് ഇവിടെ ഒരു കണ്ടെയ്നർ കാണാൻ പറ്റും. ഇപ്പൊ എന്താണ് വോളിയം എന്ന് പറഞ്ഞാൽ എത്ര സ്പേസിലാണ് ആ സബ്സ്റ്റൻസ് ഓക്കുപൈ ചെയ്യുന്നത്, അതിനാണ് നമ്മൾ എന്ത് പറയാ, വോളിയം. ഒരു 1 ലിറ്റർ കണ്ടെയ്നറിനകത്ത് നമ്മൾ എടുക്കുവാണെങ്കിൽ അതിന്റെ വോളിയം വരുന്നത് 1 ലിറ്റർ ആയിരിക്കും. കണ്ടെയ്നർ ഒരു 2 ലിറ്റർ ആണെങ്കിൽ അതിന്റെ വോളിയം വരുന്നത്, ഇപ്പൊ ഇതിനകത്ത് ഫില്ല് ചെയ്തിരിക്കുന്ന ഓക്സിജൻ ആണെങ്കിൽ ഇതിനകത്ത് വരുന്ന ഓക്സിജൻ 1 വോളിയം, ഇവിടെ വരുന്നത് 2 ലിറ്റർ വോളിയം ഓഫ് ഓക്സിജൻ ആയിരിക്കും. അപ്പൊ വോളിയം എന്ന് പറയുന്നത് നമ്മൾ ഏത് കണ്ടെയ്നർ ആണോ എടുക്കുന്നത് ആ കണ്ടെയ്നറിനകത്ത് വരുന്ന ഒക്കുപൈ ചെയ്യുന്ന സബ്സ്റ്റൻസിനാണ് നമ്മൾ വോളിയം എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് വോളിയം? ദ വോളിയം ഓഫ് എ ഗ്യാസ് ഇസ് ദ വോളിയം ഓഫ് എ കണ്ടെയ്നർ ഇൻ വിച്ച് ഇറ്റ് ഇസ് ഒക്കുപൈഡ്. ഇപ്പൊ 3 ലിറ്റർ ആണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ 3 ലിറ്റർ ഓക്സിജൻ നമുക്ക് അതിൽ ഒക്കുപൈ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ ദാറ്റ് ഇസ് വോളിയം. ആൻഡ് 1 സെന്റിമീറ്റർ ക്യൂബ്, അതിന്റെ യൂണിറ്റ് വരുന്നത് ലിറ്ററിലാണ്. 1 സെന്റിമീറ്റർ ക്യൂബ് വോളിയം എന്ന് പറയുന്നത് ലെങ്ത് 1 സെന്റിമീറ്റർ ആയിരിക്കും, ബ്രെഡ്ത്ത് 1 സെന്റിമീറ്റർ ആയിരിക്കും, ആൻഡ് ഹൈറ്റ് 1 സെന്റിമീറ്റർ ആയിരിക്കും. ഓക്കെ, അതായത് 1000 സെന്റിമീറ്റർ ക്യൂബ് എന്തിന് ഈക്വൽ ആയിരിക്കും? 1000 മില്ലി ലിറ്ററും 1 ലിറ്ററിനും ഈക്വൽ ആയിരിക്കും വരാം. SI യൂണിറ്റ് ഓഫ് വോളിയം എന്ന് പറയുന്നത് മീറ്റർ ക്യൂബ് ആയിരിക്കും എപ്പോഴും. ഓക്കെ, അതിന്റെ യൂണിറ്റ്, അതായത് 1 മീറ്റർ ക്യൂബ് എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആയിരിക്കും? 1000 ലിറ്ററിന് ഈക്വൽ ആയിരിക്കും. 1 മീറ്റർ എന്ന് പറയുന്നത് 1 മീറ്റർ ക്യൂബ് എന്ന് പറയുന്നത് 1 മീറ്റർ ഇൻറ്റു 1 മീറ്റർ ഇൻറ്റു 1 മീറ്റർ. ദാറ്റ് ഈസ് 100 സെന്റിമീറ്റർ, 100 സെന്റിമീറ്റർ ആൻഡ് 100 സെന്റിമീറ്റർ. ഫൈനലി നമുക്ക് കിട്ടുന്നത് 1000 ലിറ്റർ ആയിരിക്കും. ദാറ്റ് ഈസ് ഈക്വൽ ടു 1000 ലിറ്റർ. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് പ്രോപ്പർട്ടി പ്രഷർ ആണ് കേട്ടോ. അപ്പൊ നമ്മൾ വോളിയം കണ്ടു. വോളിയത്തിന്റെ യൂണിറ്റ്
1 മീറ്റർ ക്യൂബ് എന്ന് പറയുന്നത് ഏകദേശം 1000 ലിറ്ററിന് ഈക്വൽ ആയിരിക്കും. ഓക്കെ, നെക്സ്റ്റ് പ്രോപ്പർട്ടി വരുന്നത് പ്രഷർ ആണ്. ഓക്കെ, പ്രഷർ എന്ന് പറയുന്നത് നമ്മൾ ഒരു വസ്തുവില് എത്രത്തോളം ഫോഴ്സ് കൊടുക്കുന്നു, എത്ര ഏരിയയിലാണ് നമ്മൾ ഫോഴ്സ് കൊടുക്കുന്നു എന്നുള്ളതാണ് നമ്മൾ അതിനെ എന്ത് പറയുന്നത്, പ്രഷർ എന്ന് പറയുന്നത്. അപ്പൊ പ്രഷർ എന്ന് പറയുമ്പോൾ ഫോഴ്സ് എക്സേർട്ടഡ് ബൈ എ സർഫസ് ഏരിയ T is equal to F/A. എത്രത്തോളം ഏരിയയിലാണ് നമ്മൾ ആ ഫോഴ്സ് കൊടുക്കുന്നത്, ദാറ്റ് ഇസ് പ്രഷർ. അത് അതിന്റെ യൂണിറ്റ് വരിക പാസ്കൽ ആണ്. 1 atmospheric pressure is equal to 1.01325 into 10⁵ പാസ്കലിന് ഈക്വൽ ആയിരിക്കും. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമ്മുടെ 2 പ്രോപ്പർട്ടീസ് ആണ് പഠിച്ചത്, പ്രഷറും വോളിയം. ഓക്കെ, നെക്സ്റ്റ് ഇസ് ടെമ്പറേച്ചർ അനദർ പ്രോപ്പർട്ടി ഓഫ് ഗ്യാസ് ആണ്. ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ച് മൂവ്മെന്റ് കൂടും, കൈനറ്റിക് എനർജി കൂടുന്നതായിട്ട് കാണാൻ പറ്റും. വാട്ട് ഹാപ്പൻസ്, കൈനറ്റിക് എനർജി ഓഫ് എ മോളിക്യൂൾ ഇഫ് ഇറ്റ് ഇസ് ഹീറ്റഡ് ഇൻക്രീസ് ചെയ്യും അല്ലെ. വെൻ ഗ്യാസ് is heated, energy of the molecule increases and temperature also increases. ആൻഡ് അതിന്റെ യൂണിറ്റ് വരുന്നത് കെൽവിൻ ആണ്. 1 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറയുന്നത് 0 ഡിഗ്രി സെൽഷ്യസ് is equal to 273 കെൽവിൻ ആയിരിക്കും. ഓക്കെ, സപ്പോസ് 1 ഡിഗ്രി സെൽഷ്യസ് നമുക്ക് അതിനെ കെൽവിനിലോട്ട് കൺവേർട്ട് ചെയ്യാനെങ്കിൽ 1 + 273 ചെയ്യുക. നിങ്ങൾക്ക് ആൻസർ എത്ര കിട്ടും, 274 കെൽവിൻ കിട്ടും. ഓക്കെ, ഇവിടെ ഉണ്ട് കേട്ടോ അതിന്റെ ഇക്വേഷൻ. ഇനി നമുക്ക് അടുത്തത് ഗ്യാസ് ലോസ് ആണ്.